നടി ആക്രമിക്കപ്പെട്ട കേസിൽ അപ്പീൽ അനുമതിക്കായി സർക്കാരിന് കൈമാറി. സുതാര്യമായ വിചാരണ നടന്നില്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കും. ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. നേരത്തെ തന്നെ അജകുമാർ വ്യക്തമാക്കിയത്, ഞങ്ങൾക്ക് വിചാരണ കോടതിയിൽ നിന്നൊരു പാസ്പോർട്ട് ലഭിച്ചു മേൽക്കോടതിയിലേക്ക് പോകാൻ. കഴിഞ്ഞ 7.5 വർഷക്കാലം വിചാരണ കോടതിയിൽ ഞങ്ങൾ ശ്വാസം മുട്ടിയാണ് നിന്നിരുന്നത്. ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ മേൽക്കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഉടനടി അപ്പീൽ തയ്യാറാക്കിയത്. അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി കൈമാറിയിരിക്കുകയാണ്. സർക്കാർ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രിസ്മസ് അവധിക്ക് ശേഷം തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസിൽ സർക്കാരിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് എത്തും. 1 മുതൽ 6 വരെ ശിക്ഷിച്ച പ്രതികൾ, അവർക്ക് ജീവപര്യന്തം വേണമെന്ന് അപ്പീൽ ആവശ്യപ്പെടും. ഒപ്പം 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെയും അതിനെതിരെയും ആണ് അപ്പീൽ സമർപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ഈ വിചാരണ കോടതി അവഗണിച്ച തെളിവുകളൊക്കെ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി അംഗീകരിക്കും. ഗൂഢാലോചന കുറ്റം കൃത്യമായി തെളിയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അത് ഉടൻ തന്നെ അപ്പീൽ ഹൈക്കോടതിയിലേക്ക് എത്തും. അതിന് സർക്കാർ അനുമതി മാത്രമാണ് ബാക്കിയുള്ളത്. അവശേഷിക്കുന്നത്, അതിൻ്റെ നടപടിക്രമമായി അവശേഷിക്കുന്നത് സർക്കാർ അനുമതി മാത്രമാണ്. അത് ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.